ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ ശൗര്യത്തോടെ ചന്ദ്രികയോട് പറയാണ്, മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഈ ക്യാബിനിലിരിക്കുക, ഇല്ലെങ്കിൽ നിൻ്റെ പഴയ വർക്ക് പ്ലേസിലേക്ക് പോയിക്കോ. ഇല്ല മേഘ, എൻ്റെ സ്ഥലം എങ്ങനെ ഇരിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ത്യാഗരാജൻ മുത്തശ്ശനും മഹേന്ദ്രൻ സാറും എന്നോട് ഇവിടെ തന്നെയാണ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്. ഷോ, എൻ്റെ ദൈവമേ, എൻ്റെ തലയിലെഴുത്ത്. അപ്പോഴാണ് മേഘയ്ക്ക് ജ്യൂസ് കൊണ്ടുവന്നത്. എന്നിട്ട് പറയാണ്, മാഡം ജ്യൂസ് അവിടെ വയ്ക്ക്. എന്നിട്ട് അയാൾ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, മാഡം കുടിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഓക്കെ മാഡം. മേഘ ചന്ദ്രികയെ നോക്കി തന്നെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മേഘ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രികയ്ക്കൊരു പണി കൊടുക്കണം എന്ന്. മേഘ പിന്നെ പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന ജ്യൂസിൻ്റെ ഗ്ലാസ് പെട്ടെന്ന് തറയിലിട്ടു. മേഘ അയ്യയ്യോ എന്ന് പറയണം. അതേപോലെ തന്നെ ചന്ദ്രിക അയ്യയ്യോ, ജ്യൂസ് താഴെ പോയല്ലോ. ചന്ദ്രിക പിന്നെ പെട്ടെന്ന് തന്നെ പഴയ ഓർമ്മയിൽ വേസ്റ്റ് ബാസ്ക്കറ്റും കോരിയും കാട്ടൻ കോരി ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വന്നിട്ട് പെട്ടെന്ന് തന്നെ ജ്യൂസ് മറിഞ്ഞ സ്ഥലം വൃത്തിയാക്കാൻ പോവുകയാണ്. ഒരു ടിഷ്യൂ കയ്യിലെടുത്ത് കുപ്പിച്ചില്ലുകളൊക്കെ പെറുക്കിയിട്ട് അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ്. അതിനുശേഷം ഒരു ടിഷ്യൂ ഉപയോഗിച്ച് തന്നെ അവിടെ തുടക്കുവാണ്. ചന്ദ്രിക ക്ലീൻ ചെയ്യുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് മേഘ ഇരുന്നിട്ട്. എന്നിട്ട് അവൾ താടിക്ക് കയ്യും കൊടുത്ത് അവൾ തന്നെ സ്വയം പറയാണ്, ഇതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. പെട്ടെന്നാണ് അവിടേക്ക് സിദ്ധു വന്നത്. എന്നിട്ട് സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രികയെ എന്തു പറ്റി? ഇത് അറിയാതെ മേഘയുടെ കയ്യിൽ നിന്നും ജ്യൂസ് ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അതുകൊണ്ട് കുപ്പിച്ചില്ല് ആരുടെയും കാലിൽ പെടാതിരിക്കാൻ ഞാൻ ക്ലീൻ ചെയ്യായിരുന്നു. ഈ ജോലിയൊക്കെ നീ എന്തിനാ ചെയ്യുന്നേ? ഇതിനല്ലേ നമ്മൾ ഹൗസ് ക്ലീപ്പിങ്ങിന് ആളെ വെച്ചിരിക്കുന്നത്. അവർ വന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്തോളൂ. ഇതിനൊക്കെ അവരെ എന്തിനാ സാറേ വിളിക്കുന്നത്? എനിക്കൊരു 5 മിനിറ്റ് മതി ഇത് ക്ലീൻ ചെയ്യാൻ. ചന്ദ്രികയെ മേഘയല്ലേ തട്ടിയിട്ടത്, അപ്പോൾ അവളല്ലേ ക്ലീൻ ചെയ്യേണ്ടത്. നീ എന്തിനാ ക്ലീൻ ചെയ്യുന്നേ? അത് ശരിയാണ് സാർ, ഞാനത് ഓർത്തില്ല. അപ്പം മേഘയാണ് ക്ലീൻ ചെയ്യേണ്ടത്. എന്നാലും മേഘയ്ക്ക് ഇങ്ങനെയുള്ള ജോലിയൊന്നും വീട്ടിൽ ചെയ്ത് ശീലമില്ലാതല്ലേ. വേണ്ട, ദേ നോക്ക്, ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സിദ്ധുവും ദേഷ്യം വരികയാണ്. മനസ്സിലായോ നിനക്ക്? നമ്മളെ ജോലികൾ നമ്മൾ ചെയ്യാൻ എന്തിനാ സാറേ മടിക്കുന്നേ? സാറ് പോയിക്കോളുന്നേ. പെട്ടെന്നാണ് മേഘയുടെ വാക്ക്. ആര് എവിടെ നിർത്തണമെന്നാ അവിടെ നിർത്തണം. നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് അങ്ങനെയുള്ളവരെ നിർത്തിയാൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് സിദ്ധുവിന് ദേഷ്യം വന്ന് സിദ്ധു പറയാണ്, ഏയ് ദേ നോക്ക്. അപ്പം മേഘ, നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മര്യാദയ്ക്ക് വായടച്ച് നീ നിൻ്റെ ജോലി ചെയ്യാൻ നോക്ക്. ചന്ദ്രികെ, ഇത് കഴിഞ്ഞ് നീ എൻ്റെ കേബിനിലേക്ക് വാ, സംസാരിക്കാനുണ്ട്. ശരി സാർ. മേഘ തിരിഞ്ഞു നിന്ന് ചന്ദ്രികയെ വിളിക്കുകയാണ്. ചന്ദ്രികയെ, ആർക്ക് എന്ത് ജോലിയാണോ അറിയാവുന്നത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ അത് ശരിയാവേ ഇല്ല. സിദ്ധാർത്ഥ് പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞു എന്നൊക്കെ വെച്ച് നീ ഈ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കരുത്. ഇത് വളരെ ടഫായ ജോലിയാണ്. ഇതൊന്നും നിനക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഇതിനു മുമ്പ് നീ എന്ത് ജോലിയാണോ ചെയ്തിരുന്നത് ആ ജോലി തന്നെ പോയി ചെയ്. ചന്ദ്രിക അവിടെ നിന്നും എണീറ്റു. എന്നിട്ട് പറയാണ്, ഇന്ന ജോലി ഇന്നയാൾ തന്നെ ചെയ്യണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കൃഷിക്കാരൻ്റെ മകൻ കൃഷിക്കാരൻ തന്നെയാകണമെന്ന് ബന്ധം പിടിക്കുന്നത് ശരിയാണോ? അവന് കലക്ടറും ആവാൻ കഴിയും, ചിലപ്പോൾ സയൻറ്റിസ്റ്റ് വരെ ആകാം. അതുപോലെ ഒരു ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ തന്നെ ആവണം എന്നൊന്നുമില്ല മേഘ. അവന് കൃഷിയും ചെയ്യാം. ഇനി ഈ ജോലി നിനക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഈ ജോലി ഉപേക്ഷിച്ചു പോകണം എന്ന് മാത്രം പറയരുത്. ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അതെനിക്ക് ധാരാളം ഉണ്ട്. ഓ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചതാരാ? സിദ്ധുവാ? സിദ്ധു സാറും പഠിപ്പിച്ചു തന്നു, എൻ്റെ അച്ഛനമ്മമാരും പറഞ്ഞു തന്നു. നോക്കാം മേഘ, ഇങ്ങനെയൊക്കെ സംസാരിച്ച ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഏത് ഗതിയിലാണെന്ന് എനിക്കറിയാം. മേഘ അവിടെ നിന്നും ദേഷ്യത്തോടെ പോയി അതും പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രിക വന്ന് അവളുടെ കസേരയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു പാട്ടാണുള്ളത്. പിന്നെ കാണിക്കുന്നത് മലരിനെയാണ്. മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വന്ന് ചൂലെടുത്ത് അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ വന്നിട്ട് പറയാണ്, ലക്ഷ്മി ഞാനും കൂടെ കൂടട്ടെ? അതൊന്നും സാരില്ല ഏട്ടാ, ഞാൻ തന്നെ ചെയ്തോളാം. ഏട്ടാ, വീട്ടിൽ കൊലപ്പൊടി ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തു തരുമോ? ഇപ്പോൾ എടുത്തു തരാം. ലക്ഷ്മി വൃത്തിയായി അടിച്ചു വാരി അതിനുശേഷം വെള്ളമൊക്കെ കുടഞ്ഞ് അതിനുശേഷം കോലപ്പൊടി അപ്പോഴേക്കും മഹേന്ദ്ര സാറ് കൊണ്ടുവന്നു. ഇങ്ങ് തന്നേ ഏട്ടാ എന്ന് പറഞ്ഞ് കോലം വരയ്ക്കാണ്. ലക്ഷ്മി കോലം വരയ്ക്കുന്നത് കണ്ട് മഹേന്ദ്ര സാറും ചോദിക്കുകയാണ്, ലക്ഷ്മി ഞാനും കൂടി വരയ്ക്കട്ടെ?
വാ ഏട്ടാ, ഈ കോലത്തിന് കളർ പൊടി ഇട്ട് കൊടുക്ക്. ഏട്ടാ, ഏട്ടന് കളറിടാൻ അറിയാലോ? എനിക്കറിയാവുന്നത് പോലെ ചെയ്യാം. ഇടയ്ക്ക് ലക്ഷ്മി നോക്കുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. അപ്പോൾ മഹേന്ദ്ര സാർ അതിൻ്റെ ഇടയ്ക്ക് പറയാണ് ലക്ഷ്മിയോട്, ആ കളർ ഇങ്ങെടുത്ത് തരുമോ? ആ ഇതാ ഏട്ടാ. മലർ അത് കണ്ട് സന്തോഷത്തോടെ പറയാണ്, ഹായ്, മുത്തശ്ശൻ അടിപൊളിയായി കോലം വരക്കുന്നുണ്ട്. കണ്ടോ ലക്ഷ്മി, എൻ്റെ ചെറുമകൾ തന്നെ ഞാൻ നന്നായി കോലം വരക്കുന്നുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു. എന്നാലേ നാളെ മുതൽ ഏട്ടൻ തന്നെ മുറ്റടിച്ച് കോലയിട്ടേക്ക്. പിന്നെന്താ, ചെയ്യാലോ. അത് കേട്ട് ലക്ഷ്മി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക ഓഫീസിൽ നിന്നും വരികയാണ്. ചന്ദ്രിക കോലം വരച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ചന്ദ്രിക ഹെൽമെറ്റൊക്കെ മാറ്റിയിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, ആ നന്നായിട്ട് കോലം വരച്ചിട്ടുണ്ടല്ലോ അമ്മേ. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, അവൾ മാത്രമല്ല ഞാനും ഇതിന് സഹായിച്ചിട്ടുണ്ട്. കളറൊക്കെ ഇട്ടത് ഞാനാ. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അതെയോ? ആ ശരിക്കും കോലം വളരെ നന്നായിട്ടുണ്ട് അച്ഛാ. ആ അമ്മേ, ഇനിയുള്ള ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങൾ രണ്ടുപേരും ഇതൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നുക. ഇതിലെന്താ മോളെ ഇത്ര വിഷമിക്കാൻ? വീട് വൃത്തിയാക്കുന്നതും ഭംഗിയായി സൂക്ഷിക്കുന്നതും ഒക്കെ ഒരു ജോലിയാണോ? അതൊക്കെ നമ്മുടെ കടമയല്ലേ. ചന്ദ്രികയെ, പണം സമ്പാദിച്ച് വലിയ പണക്കാരായി ജീവിച്ചാൽ സന്തോഷമേ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ആത്മാർത്ഥമായി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് ശരിക്കുള്ള സന്തോഷം. വലിയ വീട്ടിൽ നിന്ന് കിട്ടാത്ത സന്തോഷവും സമാധാനവും ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. എപ്പോൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ ആ നിമിഷം മുതൽ ഇപ്പം വരെ ഞാൻ സന്തോഷമായി സമാധാനമായിട്ടാണ് ഇരിക്കുന്നത്. സമയാസമയം നന്നായി വിശക്കുന്നുണ്ട്, വയറ് നിറയെ കഴിക്കുന്നുമുണ്ട്, കിടന്ന ഉടൻ തന്നെ ഉറങ്ങിപ്പോകുന്നു. സത്യം പറഞ്ഞാൽ ലക്ഷ്മിയും ഞാനും സ്വതന്ത്രമായി ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കുന്നത്. ആ പിന്നെ ഒരു കാര്യം ചന്ദ്രിക മോളെ, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എന്താ അച്ഛാ ഈ പറയുന്നേ? അതേ മോളെ, ഇപ്പോൾ നിൻ്റെ ശ്രദ്ധയെല്ലാം ബിസിനസ്സിലായിരിക്കണം. നമ്മളെ വേരോടെ ഇല്ലാതാക്കാനല്ലേ മേഘ ആഗ്രഹിക്കുന്നത്. അതിന് നീ ഒരു തരത്തിലും അവസരം കൊടുക്കരുത്. മേഘയോട് മത്സരിച്ച് നീ ബിസിനസ്സിൽ നന്നായി വരണം. ഞങ്ങൾക്ക് അത് മാത്രം മതി. അതേ ചന്ദ്രികെ, നിൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ. ജോലി ഞങ്ങൾ ചെയ്തോളാം, ബിസിനസ് കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും എന്നെ ഇത്രയധികം വിശ്വസിക്കുന്നുണ്ടല്ലോ, തീർച്ചയായും ഞാനൊരു ദിവസം അത് സത്യാക്കും. അങ്ങനെ അവർ രണ്ടുപേരും ചെയ്യുന്ന ജോലി പൂർത്തിയാക്കുകയാണ്. ചന്ദ്രിക മലറിൻ്റെ അടുത്ത് പോയിട്ട് മലർക്കുട്ടി എന്ന് വിളിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. മോള് പഠിക്ക്. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ പറയാണ്, ആ വരൂ. മുത്തശ്ശി, എന്താ മേഘ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. മനോഹരനായിരുന്നു അത്. അപ്പോൾ മുത്തശ്ശി ആഹ്ലാദത്തോടെ പറയാണ്, ആ മനോഹര, ആ ചേച്ചി, നീ വല്ലാതായിപ്പോയല്ലോ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചേച്ചി, മേഘയുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മുത്തശ്ശിക്കിപ്പോൾ സന്തോഷമായില്ലേ? അയ്യോ, ഒരുപാട് സന്തോഷമായി മേഘ. ഇവൻ എവിടെയാണോ എന്തു ചെയ്യുന്നു എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ അവനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നല്ലോ. അപ്പോഴാണ് അതുവഴി സിദ്ധു പാസ് ചെയ്ത് പോകുന്നത്. സിദ്ധു അത് കണ്ടിട്ട് നോക്കുകയാണ്. 3 പേരുടെയും സംസാരം സിദ്ധു ശ്രദ്ധിക്കുകയാണ്. മുത്തശ്ശി സന്തോഷമായിരുന്നാൽ മതി, മേഘ പറയാണ്. അപ്പോഴേക്കും സിദ്ധു അവിടെ എത്തിയിട്ട് വിളിക്കുകയാണ്, ഏയ്, നിങ്ങളെ ആരാ ഈ വീട്ടിൽ കയറ്റിയത്? പുറത്തിറങ്ങ അങ്ങോട്ട്. സാർ, അത് നിങ്ങളാണോ പറയേണ്ടത്? മേഘ പറയട്ടെ, ഞാൻ അപ്പം തന്നെ പോയിക്കോളാം. സിദ്ധു എന്നിട്ട് മേഘയോട് ചോദിക്കുകയാണ്, എന്താ മേഘ ഇതൊക്കെ? ഇയാൾ ലക്ഷ്മി ആൻറ്റിയെ തട്ടിക്കൊണ്ടുപോയി പണം വേണം എന്ന് ഭീഷണിപ്പെടുത്തിയ കള്ള റാസ്കളാ. കേട്ട് മാലതി മുത്തശ്ശി, ആ ഇവനെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കയറ്റിയത്? വേഗം അവനോട് പുറത്തു പോകാൻ പറ. കേട്ട് മനോഹർ പറയാണ്, അപ്പോൾ മേഘ, സോറി സിദ്ധാർത്ഥ്, എനിക്ക് അദ്ദേഹത്തോട് പുറത്തു പോകാൻ പറയാൻ പറ്റില്ല. അദ്ദേഹം മാലതി മുത്തശ്ശിയുടെ അനിയനാ. വയസ്സായ സമയത്ത് മുത്തശ്ശിക്കൊരു സഹായമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ഇദ്ദേഹം ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, മാറിക്കഴിഞ്ഞു. കേട്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ഇയാൾ മാറിയെന്നോ? ആ. പെട്ടെന്ന് സിദ്ധു പറയാണ്, ഇയാളും മാറില്ല, നീയും മാറില്ല. മഹേന്ദ്രൻ അങ്കിള് മുത്തശ്ശനെ നോക്കണം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ മുകളിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെയുള്ള ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ലായിരുന്നു. കേട്ട് മാലതി മുത്തശ്ശിയും മനോഹറും പറയാണ്, സിദ്ധു, മേഘ, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. പരിധി വിട്ട് ഇങ്ങനെ പോയാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും, പറഞ്ഞേക്കാം. അത് കേട്ട് മേഘ ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശി, ഈ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാ കേസുകളും അങ്കിളിനും ആൻറ്റിക്കും തന്നെ അനുകൂലമായി വരും. മേഘ,
അന്ന് നിങ്ങളെല്ലാവരും പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോകേണ്ടി വരും. എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും. ഇതുവരെ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോട്ടെ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിലെങ്ങാനും ഇടപെടാൻ നോക്കിയാൽ അത് നന്നായിരിക്കില്ല, പറഞ്ഞേക്കാം. മുത്തശ്ശി മുഖവും പൊക്കിയിട്ട് പറയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആങ്ങളെയും പറയാണ്. മേഘ, ഛേ, അവനോട് പോകാൻ പറ, കൊച്ചു ചെറുക്കൻ. മനോഹര, എന്താ ചേച്ചി, നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയടാ. ആദ്യം ഒരു നാടൻ കോഴിയെ വാങ്ങിച്ചിട്ട് നിനക്ക് നന്നായിട്ട് കറി ഉണ്ടാക്കിത്തരാം. ശരി ചേച്ചി, ചേച്ചിയുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ? അതിനുള്ള വഴി ഉണ്ടാക്കാം, വാ. നീയും വാ, നല്ല ഒന്നാം തരം കറി ഉണ്ടാക്കാം. ചന്ദ്രിക ഓഫീസിൽ വന്ന് ലിഫ്റ്റിൻ്റെ സ്വിച്ച് ഓണാക്കി. അപ്പോഴാണ് ലിഫ്റ്റ് ഓണായത്. ആ സമയത്ത് മേഘ താഴെയുണ്ടായിരുന്നു. മേഘ എല്ലാം കാണുന്നുണ്ട്. അപ്പോഴാണ് ലിഫ്റ്റിനകത്ത് സിദ്ധുവും ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെ കണ്ട് ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മേഘ നിൽക്കുകയാണ്. സിദ്ധു ചന്ദ്രികയെ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. അടഞ്ഞു. അതിനുശേഷം അവർ പോവുകയാണ്. അപ്പോൾ ചന്ദ്രികയും സിദ്ധുവും പോകുന്നത് നോക്കി നിൽക്കുകയാണ് മേഘ. ചന്ദ്രികയെ, നീ എന്നെയാണോ വെല്ലുവിളിക്കുന്നത്? അപ്പം നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. മേഘ അതും പറഞ്ഞ് നേരെ പോവുകയാണ്. ലിഫ്റ്റിനകത്ത് നിന്ന് സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. മേഘ നേരെ പോയി ബ്രേക്കർ ഓഫ് ചെയ്തു, അതായത് ലിഫ്റ്റിൻ്റെ. അയ്യോ, കറണ്ട് പോയല്ലോ. ലിഫ്റ്റ് ഓപ്പറേറ്റർ വരുന്നതുവരെ അകത്ത് തന്നെ ഇരുന്ന് ചാവ്. പറയാണ്, അയ്യോ സാർ, ലിഫ്റ്റ് ഓഫായി തോന്നുന്നു. എനിക്കും ഒന്നും മനസ്സിലാവാത്തത്. എനിക്ക് ഞാൻ ലിഫ്റ്റ് ഓപ്പറേറ്ററെ ഒന്ന് വിളിക്കാം. അപ്പോഴേക്കും അതിൻ്റെ അതായത് ബ്രേക്കറിൻ്റെ അതൊക്കെ അടച്ച് മേഘ പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം സിദ്ധു വിളിക്കുകയാണ്. ഹലോ ഹലോ, പറഞ്ഞോളൂ സാർ. ഇവിടെ നിൽക്കുന്നേ സാർ, ഞാനിവിടെ ചായ കുടിക്കാൻ വന്നതാ. ഓ, വേഗം ഒന്ന് ഓഫീസിലേക്ക് വാ. ലിഫ്റ്റ് സ്റ്റക്കായി നിൽക്കുക. ജനറേറ്റർ പെട്ടെന്ന് ഓണാക്ക്. മേഘ നേരെ ആരും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന് നോക്കിയിട്ട് മുകളിലേക്ക് പോവാണ്. ചന്ദ്രികയും ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുക. ഉടനെ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഓണാക്കാൻ നോക്ക്. ഞാൻ ഇപ്പോൾ വരാം സാർ. ശരി, വേഗം വാ. ഓക്കെ സാർ. അപ്പോൾ ചന്ദ്രിക, ലിഫ്റ്റിന് ഇതെന്താ പറ്റിയത്, പെട്ടെന്ന് ഓഫായല്ലോ. എന്താണെന്ന് അറിയില്ല ചന്ദ്രികയെ. എന്തായാലും ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ വരട്ടെ, അയാളോട് ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. രണ്ടുപേരും തറയിൽ എന്തോ വീണുപോയി എടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ നെറ്റിയിലെ കുങ്കുമം മുഴുവനും സിദ്ധുവിൻ്റെ മുഖത്തായി. അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് പറയാണ്, അയ്യോ, എൻ്റെ നെറ്റിയിലെ കുങ്കുമം മുഴുവനും സാറിൻ്റെ മുഖത്തായല്ലോ. ഇങ്ങനെ ഇത് സാറിനോട് പറയുക? എന്താ ചന്ദ്രിക, എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല സാർ. സാറിൻ്റെ കവിളിലെന്താ? സാറിൻ്റെ കവിളിൽ എൻ്റെ കുങ്കുമം പറ്റി. എൻ്റെ കവിളിൽ കുങ്കുമം പറ്റിയെന്നോ? എവിടെയാണ് പറ്റിയിരിക്കുന്നത്? ആണോ? നോക്ക്, മോളിൽ. കുങ്കുമം അങ്ങനെ തന്നെ ഇരിക്കുക. എവിടെയാണുള്ളത്? ദേ ഇവിടെ. പോയില്ല, ഞാൻ തന്നെ തുടച്ചു തരാം. ചന്ദ്രിക പിന്നെ അവളുടെ കൈകൊണ്ട് തന്നെ സിദ്ധുവിൻ്റെ കവിളിലുണ്ടായിരുന്ന കുങ്കുമം തുടച്ചു കൊടുക്കണം. ചന്ദ്രിക കുങ്കുമം തുടച്ച് കഴിഞ്ഞതിന് ശേഷം കാണുന്നത് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കിച്ചിരിക്കുന്നതാണ്. അപ്പോഴേക്കും ലിഫ്റ്റ് ഓണായി. ചന്ദ്രികയുടെ നെറ്റിയിലും അതേസമയം കുങ്കുമം പരക്കെയായിട്ടാണ് ഉള്ളത്. സാർ, ലിഫ്റ്റ് ഓപ്പണായി സാർ. ചന്ദ്രിക കൈകൊണ്ട് മുഖത്ത് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ്. പക്ഷേ സിദ്ധു എന്തോ ശ്രദ്ധിച്ചിട്ട് നിൽക്കുകയാണ്. ലിഫ്റ്റ് ഓപ്പണായി എന്ന് അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. അപ്പോഴാണ് മേഘ താഴേക്ക് ഇറങ്ങി വരുന്നത്. മേഘ കാണുകയാണ് രണ്ടുപേരെയും. മേഘ രണ്ടുപേരെയും കണ്ട് വല്ലാതെ നോക്കുകയാണ് വിഷമത്തോടെ. പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുന്നത് ലക്ഷ്മി പ്രിയയോട് പറയാണ്, വാ പ്രിയ. പറയാണ്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അത് കേട്ട് മലർച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ജുബയായിട്ട് നിൽക്കുന്നില്ലേ, അതാരാ? പ്രിയ ചോദിക്കാം. സിദ്ധുവാ. ഓ, അടുത്ത് നിൽക്കുന്നതോ? അത് എൻ്റെ അമ്മയാ. എൻ്റെ അമ്മയുടെ അടുത്ത് നിൻ്റെ അച്ഛൻ മഹേഷല്ലേ നിൽക്കേണ്ടത്? പ്രിയ. ഇതിനാ സിദ്ധുവിനെ അടുത്ത് നിർത്തിയത്? കേട്ട് മലർ പറയാണ്, സിദ്ധുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സിദ്ധുവാ എൻ്റെ അച്ഛൻ. അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്ര സാറും ചിരിക്കുകയാണ്. മഹേന്ദ്ര സാറും ലക്ഷ്മിയും പരസ്പരം നോക്കുകയാണ്. അതേസമയം ചന്ദ്രികയും ചമ്മലൂടെ ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.